നമ്മുടെ ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ ഫീഡ്ബാക്ക് എടുക്കുകയും അവർക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുക അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുകയൊക്കെ ചെയ്താൽ നല്ലത്. അത്തരത്തിലുണ്ടാകുന്ന സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടതായിരിക്കണം. ആ വയലേഷൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ അതെന്ത് ഇൻസിഡൻ്റ് ആയിരുന്നു, ആ ഇൻസിഡൻ്റ് കൊണ്ട് എന്ത് ഔട്ട്കം ഉണ്ടായി, ഒരു സംഭവം നടന്നത് എപ്പോഴാണ്, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും കൂടെ പഠിക്കാനായിട്ട് നമുക്ക് സംവിധാനം ഉണ്ടാവണം. അത് റെക്കോർഡ് ചെയ്യപ്പെടണം. അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട് എടുത്ത ഇൻഫർമേഷൻസ് എല്ലാം വെച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ വ്യക്തമായൊരു ടൈം ഫ്രെയിം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കുന്നതിനെ കുറിച്ച്. എപ്പോഴെങ്കിലും അല്ല അത് നോക്കേണ്ടത്. ഇത്തരത്തിൽ വരുന്ന ഫീഡ്ബാക്കുകളെ പീരിയോഡിക്കലി 2 ആഴ്ചയിലൊരിക്കലാണോ, ആഴ്ചയിലൊരിക്കലാണോ, മാസത്തിലൊരിക്കലാണോ നമ്മൾ കൂടിയിരുന്ന് ഈ ഒരു കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് അത് ആരാണ് എടുക്കേണ്ടത്? നമ്മുടെ സ്ഥാപനത്തിലെ ടോപ്പ് ലീഡർഷിപ്പിലുള്ള ആൾക്കാർ വേണം ഈ കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. എന്നാലേ അത് നടപ്പിലാവത്തുള്ളൂ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ. കാരണം പേഷ്യൻ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. PRE 1E 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്, കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. വയലേഷൻ ഓഫ് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ആർ മോണിറ്റേഡ്, അനലൈസ്ഡ് ആൻഡ് കറക്റ്റീവ് ഓർ പ്രിവെൻറ്റീവ് ആക്ഷൻ ടേക്കൺ ബൈ ദ ടോപ്പ് ലീഡർഷിപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഡോക്യുമെന്റേഷൻ ഉൾപ്പെടെ നമുക്ക് ഉണ്ടാവണം. എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? ചുമ്മാ ഈ ഫീഡ്ബാക്ക് എടുത്ത് കയ്യിൽ വയ്ക്കാനല്ലല്ലോ. നമുക്ക് ടോപ്പ് മാനേജ്മെൻറ്റ് ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവണം. നടന്ന ഓരോ സംഭവങ്ങളും, ഏത് സ്റ്റാഫാണ് അതിൽ ഇൻവോൾവ് ആയത്. 2-3 തവണ കറക്റ്റീവ് ആക്ഷൻസ് എടുത്താൽ ഫ്യൂച്ചറിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരത്തില്ല എന്നത് ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് ഇഗ്നോർ ചെയ്താൽ നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാൻഡേർഡാണ് ഇഗ്നോർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ പേഷ്യൻ്റ് ഫ്രണ്ട്ലിനെസ് ആണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഹോസ്പിറ്റലെല്ലാം ഇന്ന് ആഗ്രഹിക്കുന്ന പേഷ്യൻ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കൊടുക്കാനാണ്. ഈ 1ാമത്തെ 8 സ്റ്റാൻഡേർഡുകളിൽ PREയിൽ ഈ 1ാമത്തെ സ്റ്റാൻഡേർഡ് തന്നെ വളരെ സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പേഷ്യൻ്റെ റൈറ്റ്സിനെ കുറിച്ച്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നമ്മുടെ സ്റ്റാഫിന് അവയർനെസ് ഉണ്ടാവണം. അത് റെസ്പെക്റ്റ് ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. അതനുസരിച്ച് പെരുമാറാനായിട്ട് പഠിപ്പിക്കണം. പേഷ്യൻസിന് വളരെ പോസിറ്റീവായിട്ടൊരു പേഷ്യൻ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ NABH സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ലത്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ പേഷ്യൻ്റ് വരാൻ, കൂടുതൽ നമുക്ക് ബിസിനസ് കിട്ടാൻ, കൂടുതൽ പ്രൊസീജിയറുകൾ, കൂടുതൽ പേഷ്യൻ്റ്, കൂടുതൽ മണി വരും, കൂടുതൽ സാലറി കിട്ടും. നമുക്ക് നല്ലപോലെ സാലറി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനോട് ഏറ്റവും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഇടപെടുക. എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, അതിന് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കുക. PRE 1E വയലേഷൻ ഓഫ് പേഷ്യൻ്റ് ആൻഡ് ഫാമിലി rights are monitored, analyzed and corrective or preventive action taken by the top leadership of the organization. നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ടീമാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്.